ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജ് നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്യുന്ന ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും ഒരാഴ്ചയിൽ താഴെ മാത്രം ബാക്കി. അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം ആടുജീവിതം എന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങളും ആദ്യ ദിവസത്തെ എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെ വരുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി കേരളത്തിലെ മുംബൈയിലും ചെന്നൈയിലും എത്തിയ പൃഥ്വിരാജ് എന്തുകൊണ്ട് തെലുഗു ഒപ്പം തന്നെ കന്നഡ പ്രൊമോഷന് വേണ്ടി എത്തുന്നില്ല എന്നൊരു ചോദ്യം ഒരു പ്രേക്ഷകൻ പൃഥ്വിരാജിനോട് ചോദിച്ചതിന് ഇന്ന് പൃഥ്വിരാജ് മറുപടി പറഞ്ഞിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ റിലീസായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സിനിമയുടെ തെലുഗു കന്നഡ പ്രൊമോഷന് വേണ്ടി ഹൈദരാബാദിലും ബംഗളൂരുവിലും പൃഥ്വിരാജ് 22-24 ദിവസങ്ങളിലെത്തും. അതേസമയം എല്ലാ ഭാഷകളിലും ഒരുപോലെ സെൻസറിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ പാൻ ഇന്ത്യൻ റിലീസായിട്ട് സിനിമ ആദ്യ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് റിബൽ. ചിത്രത്തിലെ ജി.വി. പ്രകാശും അമിതാഭ് ബൈജു തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്നു. ഒരു തമിഴ് യുവാവ് കേരളത്തിലെ കോളേജിൽ വന്ന് പഠിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ ട്രെയിലറും മറ്റ് കണ്ടന്റുകൾ കണ്ടിട്ട് ഒരു പ്രൊപ്പഗാണ്ട മലയാളികൾക്കെതിരായിട്ടുള്ള സിനിമയാണ് എന്നൊരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ സിനിമയ്ക്കെതിരായിട്ട് ഉയരുന്നുണ്ട്. ആദ്യ അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ അതറിയാനായിട്ട് കാത്തിരിക്കൂ. മലയാളത്തിൽ നിന്നും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട സിനിമ സീക്രട്ട് ഹോം എന്ന സിനിമയാണ്. ചിത്രത്തിൽ അനുമോഹൻ, ചന്തുനാഥ്, അപർണ ദാസ്, ശിവദ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്നു. ഒരു വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായിട്ട് സ്കേറി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിട്ടാണ് ചിത്രം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ആദ്യ അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ സിനിമയുടെയും അഭിപ്രായങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നതാണ്. ജി.വി. പ്രകാശ് സംഗീതം നൽകി ശിവകാർത്തികേയൻ നായകനായെത്തുന്ന കമൽഹാസൻ നിർമ്മാണ പങ്കാളിയിൽ ഒരാളായിട്ട് എത്തുന്ന സിനിമയാണ് അമറാൻ. ചിത്രം ഈ വർഷം ഓഗസ്റ്റ് 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് പുഷ്പ ക്ലാഷ് റിലീസുമായിട്ട് എത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നു. തമിഴിൽ ഈ വർഷത്തിലെ വമ്പൻ സിനിമകളിൽ ഒന്നാണല്ലോ തളപതി വിജയ് നായകനായി എത്തുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സിനിമയുടെ കേരള പ്രൊമോഷന് വേണ്ടി കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് വിജയ് കേരളത്തിലുണ്ട്. ഇന്ന് വിജയുടെ കേരളത്തിലെ 4-ാം ദിവസമാണ്. വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ടിന്റെ ക്ലൈമാക്സ് ചിത്രീകരണമാണ് കേരളത്തിൽ 2 ആഴ്ചയായിട്ട് നടക്കുന്നത്. ഇതിൽ വിജയുടെ കേരളത്തിലെ പോർഷൻസ് നാളെ ചിത്രീകരിച്ച് പൂർത്തിയാക്കിയേക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. നാളെ വീണ്ടും നമ്മുടെ വിജയ് ആരാധകരെ വിജയ് കാണാനായിട്ട് എത്തുമെന്നും വീണ്ടും സംസാരിക്കാനായിട്ട് എത്തുമെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും കാത്തിരിക്കൂ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ടാം. ഒരു മുറിയിൽ 90% ചിത്രീകരണം നടന്ന മലയാളം സിനിമകളിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുത്ത വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ നേടിയെടുത്ത സിനിമയാണല്ലോ ലാലേട്ടൻ നായകനെത്തിയ നീര്. ഇപ്പോഴത്തെ സിനിമ ആദ്യ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ വരുന്ന വിഷു നാളിൽ ഏപ്രിൽ മാസമായിരിക്കും നീര് ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുക. ഇനി ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത മമ്മൂട്ടി ചിത്രമാണല്ലോ ടർബോ. വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി നായകനെത്തുന്ന സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റ് അണിയറയിൽ ഒരുങ്ങുകയാണ്. സിനിമയുടെ വിവിധ തിയേറ്ററുകളിലെ അതും വലിയ സ്ക്രീൻ കപ്പാസിറ്റി ഉള്ള തിയേറ്ററുകളിലെ ചാർട്ടിംഗ് എല്ലാം തന്നെ മികച്ച രീതിയിൽ മുന്നേറുകയാണ്. അതേസമയം മെയ് 9 എന്നൊരു തീയതി നിലവിൽ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ റിലീസ് തീയതി തന്നെ അണിയറ പ്രവർത്തകർ തിരഞ്ഞെടുക്കാനായിട്ട് നിലവിൽ 100% തീരുമാനിച്ചിട്ടില്ല എന്ന് അറിയാനായിട്ട് കഴിയുന്നു. അതായത് മെയ് മാസം മറ്റൊരു തീയതിയിലേക്കും സിനിമയുടെ റിലീസ് നീളാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നർത്ഥം. എന്തായാലും കാത്തിരിക്കൂ ടർബോയുടെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട്.